മണ്ണാർക്കാട് പൂരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചടങ്ങുകളും ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടു നോക്കിയാലോ നമുക്ക്. ഒത്തിരി ആനകളൊക്കെ നിരന്നിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മണ്ണാർക്കാട് പൂരം നടക്കുന്ന മണ്ണാർക്കാട് ക്ഷേത്രത്തിനടുത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആ മുകൾ ഭാഗത്ത് ആണ് അമ്പലമുള്ളത്. ഇതൊരുപാട് താഴെ നിന്നെടുത്താണ്. അപ്പോൾ മണ്ണാർക്കാട് പൂരം നടക്കുകയാണല്ലോ 14-ാം തീയതി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദേവിയെ കുളിപ്പിക്കുന്ന ചടങ്ങുണ്ട്. 7 ദിവസം കുളിപ്പിക്കും. അപ്പോൾ അതിലൊരു ദിവസമായ ഇന്നത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് നോക്കാം കേട്ടോ. എങ്ങനെയാണ് ദേവിയെ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിക്കണമെന്നും കുളിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെയാണുള്ളത്. അപ്പോൾ ഈ ഒരു പുഴയെന്ന് പറഞ്ഞാൽ കുന്തിപ്പുഴയുടെ ഒരു ഭാഗമായിട്ടുള്ള ആറാട്ട് കടവിൽ വെച്ചിട്ടാണ് ദേവിയെ കുളിപ്പിക്കാറ്. അതുപോലെ അവിടെ ആനകളെയൊക്കെ കുളിപ്പിക്കാറുണ്ട്. അതിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്ക് നമുക്ക് പോയി നോക്കാം. മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല വെള്ളം വരുന്ന ഭാഗമാണ് കേട്ടോ ഇതൊക്കെ. ആ കാണുന്ന ഓലപ്പുരയില്ലേ, അവിടെ വെച്ചിട്ടാണ് ദേവിയെ കുളിപ്പിക്കാറെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ അതിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കാൻ പോവുകയാണ്. ആളുകളൊക്കെ ഏകദേശം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ദേവിയെയും കൊണ്ട് ആനയും അമ്പാരിയും ഒക്കെ ആയിട്ട് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ദേവിയെയും കൊണ്ട് നമ്മൾ എന്താ പറയുക, പുഴക്കടവിൽ എത്തിയിരിക്കുകയാണ്. ആ ഒരു കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആളുകളെല്ലാം ആ ഒരു ചടങ്ങിന് സാക്ഷിയാവാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഒരുപാട് കടകളും ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടൊക്കെ സെറ്റ് ആകുന്നുണ്ട് പൂരത്തിനേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു എന്താ പറയുക, നമുക്കൊരു പുണ്യം കിട്ടുന്നതെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ ദേവിയെ കുളിപ്പിക്കാൻ അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ആ ഒരു കടവിലേക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ചെണ്ടമേളത്തിൻ്റെയും ശിങ്കാരി മേളത്തിൻ്റെയൊക്കെ അകമ്പടിയോടെ ദേവിയെ കുളിപ്പിക്കാൻ കൊണ്ടുവരുന്ന കാഴ്ചയാണ് കേട്ടത്. ആനയും അമ്പാരിയും എല്ലാം ഉണ്ട്. എല്ലാവരും ക്ഷേത്രത്തിലുമായിട്ട് ബന്ധപ്പെട്ട ആ കർമ്മങ്ങളൊക്കെ നടത്തുന്ന എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ചടങ്ങിലേക്കായിട്ട് പുഴക്കടവിലേക്ക്, ആറാട്ട് കടവിലേക്ക് ദേവിയെ എഴുന്നള്ളിക്കുന്ന രംഗമാണിത്. Bye.
ദേവിയെ കുളിക്കടവിലാക്കിയതിന് ശേഷം ആനകളൊക്കെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കയറിയിരിക്കുകയാണ്. കാരണം അവർക്ക് അവിടെ കുറച്ച് നേരം വിശ്രമിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് തിരിച്ച് ആനകളൊക്കെ തിരിച്ച് കടവിൽ നിന്ന് കരയിലേക്ക് തന്നെ കയറിയിരിക്കുകയാണ് കേട്ടോ. ഈ ഡ്രസ്സ് ഞാൻ ഇടുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ ഡ്രസ്സ് ഞാൻ ഇടുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ദേവിയെ കുളിപ്പിച്ചെടുക്കുന്ന ആ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ദേവിയുടെ തിരിച്ചുപോക്ക്, അമ്പലത്തിലേക്ക് കുളി കഴിഞ്ഞിട്ടുള്ള മടക്കം ഉണ്ട്. അത് മറ്റൊരു പാട്ടിൽ കാണിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയി വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.